നമസ്കാരം, സ്വാഗതം നിലപാടിലേക്ക്. കഴിഞ്ഞ ഒരു ദശാബ്ദക്കാലത്തിനിടയിലെ ഏറ്റവും നിർണായകമായൊരു രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ സന്ദർഭത്തിലൂടെ കടന്നു പോവുകയാണ് നമ്മുടെ രാജ്യം. ഏകാധിപത്യത്തിൻ്റെ വഴിയെ ഏറെ ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞ ഒരു രാജ്യത്തിൻ്റെ അടിവേരും കൂടി ഇളകിപ്പോകുമോ എന്ന ആശങ്കയിൽ അവസാന പോരാട്ടത്തിന് ഇറങ്ങിയിരിക്കുന്നു പ്രതിപക്ഷ പാർട്ടികൾ. ഇന്ത്യയെ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന ഖ്യാതിയിൽ നിലനിർത്തിയിരുന്ന സുതാര്യ തെരഞ്ഞെടുപ്പ് എന്ന ആശയം കടപുഴകി വീണിരിക്കുന്നുവോ എന്നതാണ് ഇന്ന് ഈ രാജ്യം ഉറക്കെ ചോദിക്കുന്ന ചോദ്യം. എന്നുവെച്ചാൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കാളിയാകുന്ന ബഹുഭൂരിപക്ഷം പാർട്ടികൾക്കും ഇപ്പോൾ അതിൻ്റെ നടത്തിപ്പിൽ ഗുരുതര സ്വഭാവമുള്ള സംശയങ്ങൾ ഉയർന്നിരിക്കുന്നു. തട്ടിപ്പുകൾ ഓരോന്നായി പുറത്തുവിടുന്നത് രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് തന്നെയാണ്. അവയ്ക്കൊന്നും മറുപടി പറയാൻ കഴിയാതെ നിന്നു കറങ്ങുന്നു രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഊരും പേരുമില്ലാത്ത, മുഖവും വിലാസവുമില്ലാത്ത പതിനായിരങ്ങൾ വോട്ടർ പട്ടികയിൽ കയറിക്കൂടിയത് ആരുടെ ഒത്താശയോടെയാണ് എന്ന ചോദ്യത്തിന് കമ്മീഷന് ഇപ്പോഴും ഉത്തരമൊന്നും പറയാനില്ല. ആയിരക്കണക്കിന് ആളുകളെ പ്രത്യേകമായ മാനദണ്ഡമൊന്നുമില്ലാതെ പുറത്താക്കിയതെന്ത് എന്ന ചോദ്യത്തിനും മറുപടിയൊന്നും കിട്ടുന്നില്ല. ചോദ്യങ്ങൾ ചോദിക്കുന്നവരെ ചാപ്പയടിച്ച് നിശബ്ദമാക്കാനുള്ള ശ്രമം നടത്തി അപഹാസ്യരാകുന്നു ഒരു ഭരണഘടനാ സ്ഥാപനം. കള്ളവോട്ടുകൾ മാത്രമല്ല, കുത്തിയൊഴുകുന്ന കള്ളപ്പണവും തെരഞ്ഞെടുപ്പിനെ എങ്ങനെ അട്ടിമറിക്കുന്നുവെന്ന് രാഹുൽ ഗാന്ധി കൃത്യമായി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അത് ഈ രാജ്യത്തെ മനുഷ്യരുടെ നെഞ്ചിലേക്ക് ഇരച്ചു കയറുന്നുമുണ്ട്. അതിൻ്റെ അലയൊലികളാണ് ഇന്ന് നാം ബീഹാറിൽ കാണുന്നത്. ബീഹാറിലെ ഗ്രാമാന്തരങ്ങളിലൂടെ രാഹുലും സംഘവും നടത്തുന്ന വോട്ടർ അധികാർ യാത്രയിൽ പങ്കുകൊള്ളാനെത്തുന്നത് പതിനായിരങ്ങളാണ്. രാഹുലിൻ്റെ മുദ്രാവാക്യം ഏറ്റെടുക്കുന്ന അവർ ഭരണകൂടത്തോടും തെരഞ്ഞെടുപ്പ് കമ്മീഷനോടും മൂർച്ചയുള്ള ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു. പാവങ്ങളിൽ പാവങ്ങളായ ഞങ്ങളുടെ അവസാനത്തെ ആലംബമായിരുന്ന വോട്ടും നിങ്ങൾ കട്ടെടുത്തോ? എത്ര അവഗണിച്ചാലും ആ ചോദ്യം നമ്മുടെ ജനാധിപത്യ ഭൂമികയുടെ ഇടനെഞ്ചിൽ നിന്ന് നീറിക്കത്തും. വ്യാജ അഭ്യാസങ്ങൾ കൊണ്ട് ആ തീ അണയ്ക്കാൻ കഴിയില്ല. ഇന്ത്യ സഖ്യ നേതാക്കളുടെ നേതൃത്വത്തിൽ ബീഹാറിലെ സസരാമിൽ നിന്ന് കഴിഞ്ഞ 17 ആരംഭിച്ച വോട്ടർ അധികാർ യാത്ര 16 ദിവസം പിന്നിട്ട് സെപ്റ്റംബർ 1 അവസാനിക്കാൻ പോവുകയാണ്. ബീഹാർ അസംബ്ലി തെരഞ്ഞെടുപ്പിന് ചുരുങ്ങിയ സമയം മാത്രം ബാക്കി നിൽക്കി നടക്കുന്ന ഈ യാത്ര ഭരണഘടനാ സംരക്ഷണത്തിനും ജനാധിപത്യത്തിനുമായുള്ള അവസാന പോരാട്ടമായാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വിശേഷിപ്പിക്കുന്നത്. രാഹുൽ ഗാന്ധിക്കൊപ്പം പ്രിയങ്ക ഗാന്ധി, തേജസ്വി യാദവ്, അഖിലേഷ് യാദവ്, MK സ്റ്റാലിൻ, ഹേമന്ത് സോറൻ, രേവന്ത് റെഡ്ഡി തുടങ്ങിയ നേതാക്കളെല്ലാം അണിനിരന്നതോടെ ഈ സമരയാത്രയുടെ പ്രാധാന്യം എത്രയാണെന്ന് ഇന്ത്യ സഖ്യം വ്യക്തമാക്കി തരുന്നുണ്ട്. വോട്ട് ചോർ ഗദ്ദി ചോർ എന്ന മുദ്രാവാക്യം യാത്രയിൽ കുട്ടികൾ വരെ വിളിച്ചു പറയുന്നത് നാം കണ്ടു. ദർഭംഗ, പൂർണിയ, മോത്തിഹാരി തുടങ്ങിയ സ്ഥലങ്ങളിൽ പതിനായിരങ്ങൾ ഈ യാത്രയിൽ പങ്കെടുക്കാൻ അണിചേർന്നു. SC/ST OBC വോട്ടർമാർക്കിടയിൽ യാത്ര വലിയ ഊർജ്ജസ്വലത സൃഷ്ടിക്കുന്നുവെന്ന് വിലയിരുത്തപ്പെടുന്നു. അടിത്തട്ടിലൂടെയുള്ള യാത്രയിലൂടെ കൂടുതൽ വോട്ടർമാരെ വിശ്വാസത്തിലെടുക്കാനും യാത്രയുടെ മുദ്രാവാക്യം പഠിപ്പിക്കാനും കഴിഞ്ഞുവെന്നതാണ് പ്രതിപക്ഷത്തിൻ്റെ ആത്മവിശ്വാസം. ഈ യാത്രയിൽ രാഹുൽ ഗാന്ധി ബീഹാറിലെ വോട്ടർമാരോട് ഉറക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. അടിസ്ഥാനവർഗക്കാരായ മനുഷ്യരെ, ദരിദ്രരെ, അരികുകളിൽ ജീവിക്കുന്ന നിങ്ങളുടെ കയ്യിൽ ആകെ ഉണ്ടായിരുന്ന ആയുധമായിരുന്നു വോട്ട്. 5 വർഷം കൂടുമ്പോഴെങ്കിലും നിങ്ങളെ വിലയുള്ളവരാക്കുന്ന ഏക സംഗതി അതായിരുന്നു. ഇപ്പോഴിതാ അതും കവർന്നെടുക്കപ്പെട്ടിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഈ നാട്ടിൽ എന്താണ് വിലയെന്ന് ചിന്തിച്ചു നോക്കൂ. രാഹുലിൻ്റെ ഈ ചോദ്യം ഉത്തരേന്ത്യയിലെ അടിത്തട്ട് മനുഷ്യരുടെ നെഞ്ചിൽ തറച്ചിട്ടുണ്ട് എന്ന് കാണിക്കുന്നതാണ് വോട്ട് അധികാർ യാത്രയിലെ ജനപങ്കാളിത്തം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ സമയത്ത് മോദി 400 സീറ്റ് ചോദിക്കുന്നത് ഭരണഘടന തിരുത്താനും നിങ്ങളുടെ സംവരണമടക്കമുള്ള അവകാശങ്ങൾ കവരാനുമാണ് എന്ന് പ്രതിപക്ഷം പറഞ്ഞതിനെ ഗൗരവത്തിൽ മാനിച്ചവരാണ് ഉത്തരേന്ത്യയിലെ വോട്ടർമാർ. അതുകൊണ്ടാണ് BJPക്ക് താരതമ്യേന തിളക്കം കുറഞ്ഞ വിജയത്തിൽ തൃപ്തി അടയേണ്ടി വന്നത്. സമാനമായ സ്വഭാവത്തിൽ ആഴമുള്ള ഒരു മുദ്രാവാക്യമാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷവും ഉയർത്തുന്നത്. അത് ജനം ഏറ്റെടുക്കുമെന്നാണ് രാഹുലിൻ്റെ പ്രതീക്ഷ.
തെരഞ്ഞെടുപ്പുകളിൽ എങ്ങനെയാണ് ആസൂത്രിതമായി വോട്ട് ചോർത്തപ്പെടുന്നത് എന്ന് രാഹുൽ വളരെ സ്പഷ്ടതയോടെ രാജ്യത്തോട് സംസാരിച്ചിട്ടുണ്ട്. അതിന് പുറമെ നടുക്കുന്ന നിരവധി വെളിപ്പെടുത്തലുകളും അദ്ദേഹം ഇപ്പോൾ നാടിൻ്റെ മുൻപിലേക്ക് വെച്ചിരിക്കുന്നു. അജ്ഞാത പാർട്ടികൾ തെരഞ്ഞെടുപ്പ് ഫണ്ടുകൾ വാങ്ങിയതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് മറുപടി ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി. അതെന്താണ് സംഗതിയെന്ന് അറിയുമോ? കഴിഞ്ഞ 5 വർഷത്തിനിടെ ഗുജറാത്തിൽ അജ്ഞാതമായ രാഷ്ട്രീയ പാർട്ടികളുടെ അക്കൗണ്ടുകളിലേക്ക് ഒഴുകിയെത്തിയത് കോടിക്കണക്കിന് രൂപയാണ്. ലോക്ഷാഹി സത്ത പാർട്ടി, ഭാരതീയ നാഷണൽ ജനതാദൾ, സ്വതന്ത്ര അഭിവ്യക്തി പാർട്ടി, ന്യൂ ഇന്ത്യ യുണൈറ്റഡ് പാർട്ടി, സത്യവാദി രക്ഷക് പാർട്ടി, ഭാരതീയ ജനപരിഷത്ത്, സൗരാഷ്ട്ര ജനതാ പക്ഷ്, മഞ്ചൻ പാർട്ടി, മാനവാധികാർ നാഷണൽ പാർട്ടി, ഗരീബ് കല്യാൺ പാർട്ടി. കേട്ടിട്ടുണ്ടോ ഇതിനെക്കുറിച്ച്? ഇവയെക്കുറിച്ചാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. ഇതൊക്കെ ഏതാണ് പാർട്ടികൾ? ഇവരുടെയൊക്കെ അക്കൗണ്ടിലേക്ക് ആരാണ് ഈ കോടാനുകോടികൾ അയക്കാനുള്ളത്? അതൊക്കെ ഈ പാർട്ടികൾ എന്താണ് ചെയ്തത്? കിട്ടിയ കാശിൻ്റെ 10% പോലും ചെലവാക്കിയതായി രേഖയില്ലെന്ന് പറയുന്നു രാഹുൽ ഗാന്ധി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്വേഷണം നടത്തുമോ, അതോ ഇവിടെയും സത്യവാങ്മൂലം ആവശ്യപ്പെടുമോ? ഇതാണ് രാഹുലിൻ്റെ ചോദ്യം. അതോ ഈ ഡാറ്റയും മറച്ചു വയ്ക്കാൻ കഴിയുന്ന തരത്തിൽ ഇനി നിയമങ്ങൾ മാറ്റാൻ പോവുകയാണോ എന്ന്. രാജ്യത്തെ പ്രധാന പ്രതിപക്ഷ പാർട്ടികളെല്ലാം ഇത്ര വലിയ പ്രശ്നങ്ങൾ ഉന്നയിച്ചിട്ടും ഇത്ര അവിശ്വാസം രേഖപ്പെടുത്തിയിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷന് മറുപടിയൊന്നും പറയാനില്ല. മറുപടി പറയാൻ അന്ന് വിളിച്ച വാർത്താ സമ്മേളനം BJP നേതാക്കളുടേതിന് സമാനമായി മാറുന്നത് നാം കണ്ടതുമാണ്. വാർത്താ സമ്മേളനം പ്രധാനമായും രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ തന്നെയായിരുന്നു. എന്നാൽ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ, ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർമാർ, അല്ലെങ്കിൽ ബീഹാറിലെ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ പ്രക്രിയയിൽ 65 ലക്ഷം വോട്ടർമാരുടെ പേര് നീക്കം ചെയ്തതിൻ്റെ സുതാര്യത, ഇവയെക്കുറിച്ചുള്ള കൃത്യമായ ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം നൽകുന്നതിൽ ഇലക്ഷൻ കമ്മീഷൻ സമ്പൂർണ്ണമായും പരാജയപ്പെട്ടു. ഉദാഹരണത്തിന്, തീവ്ര പരിശോധനാ പ്രക്രിയയിൽ ഓരോ വോട്ടറുടെയും പേര് നീക്കം ചെയ്യുന്നതിൻ്റെ വിശദമായ മാനദണ്ഡങ്ങളോ ഈ പ്രക്രിയയിൽ പങ്കെടുത്ത ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്വമോ ഒന്നും വ്യക്തമാക്കിയില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സമീപനം പ്രതിരോധാത്മകവും രാഹുൽ ഗാന്ധിയെ വെല്ലുവിളിക്കുന്നതിന് ഊന്നൽ നൽകുന്നതുമൊക്കെയായിരുന്നു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ രാഹുൽ ഗാന്ധിയോട് തെളിവ് ഹാജരാക്കണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. തെളിവുകൾ നമ്മുടെ മുന്നിൽ കണ്ണു തുറന്നു നിൽക്കുമ്പോഴാണ് പിന്നെയും തെളിവ് ചോദിക്കുന്നത് എന്നിടത്തായിരുന്നു ആ വാർത്താ സമ്മേളനത്തിലെ കൗതുകം. ഈ വെല്ലുവിളികളെല്ലാം ആരോപണങ്ങളുടെ മർമ്മത്തിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതിന് പകരം വിഷയം വഴിതിരിച്ചുവിടാനുള്ള ശ്രമമായി മാറി എന്നതാണ് സത്യം. സ്വന്തം വിശ്വാസ്യത ഇടിച്ചു താഴ്ത്തുകയാണ് തങ്ങളെന്ന് കമ്മീഷന് മനസ്സിലാവാത്തതുപോലെയാണ് തോന്നിയത്. ജില്ലാ മജിസ്ട്രേറ്റിൻ്റെ വെബ്സൈറ്റിൽ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ വാർത്താ സമ്മേളനത്തിൽ അവകാശപ്പെട്ടെങ്കിലും ഈ വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് എത്രത്തോളം ലഭ്യമായിരുന്നു, അല്ലെങ്കിൽ ഇത് എങ്ങനെ പരിശോധിക്കാം എന്നതിനെക്കുറിച്ചുള്ള ചോദ്യം ചോദിച്ചപ്പോൾ ഉത്തരമില്ല, വിശദീകരണമില്ല, വ്യക്തതയില്ല. ഇത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ സുതാര്യതയെക്കുറിച്ചുള്ള വലിയ ആശങ്ക അത് ഉയർത്തുകയാണ്. രാഹുൽ ഗാന്ധിയോട് സത്യവാങ്മൂലം ചോദിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതേ വിഷയത്തിൽ വേറെ ചില ആരോപണങ്ങൾ ഉന്നയിച്ച BJP നേതാക്കളോട് സത്യവാങ്മൂലമൊന്നും ചോദിച്ചതുമില്ല. ബീഹാറിലെ അതിപ്രധാന പ്രശ്നങ്ങളിലൊന്നാണ് അവിടെ നടപ്പിലാക്കുന്ന വോട്ടർ പട്ടികയിലെ അതിതീവ്ര പരിശോധന. ഇതുവരെ 60 ലക്ഷത്തിലധികം പേരെ വോട്ടർ പട്ടിക ശുദ്ധീകരണത്തിൻ്റെ പേര് പറഞ്ഞ് വോട്ടവകാശത്തിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞു. മരിച്ചുപോയി എന്ന് പറഞ്ഞ് ഒഴിവാക്കപ്പെട്ട ഒരാൾക്ക് താൻ ജീവിച്ചിരിക്കുന്നു എന്ന് തെളിയിക്കാൻ സുപ്രീം കോടതിയെ സമീപിക്കേണ്ടി വന്നു. ഈ SIRൻ്റെ ഒരു പ്രധാനപ്പെട്ട വിമർശനം 2003 ശേഷം വോട്ടർ പട്ടികയിൽ ചേർന്നവർക്ക് പൗരത്വവും ജനനവും തെളിയിക്കാൻ 11 പ്രത്യേക രേഖകൾ വേണ്ടി വരുന്നു എന്നതാണ്. ആധാർ, വോട്ടർ ID, റേഷൻ കാർഡ് തുടങ്ങിയ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്ന രേഖകൾ ഒഴിവാക്കിയത് വലിയ വിമർശനത്തിന് കാരണമായി. ബീഹാറിൻ്റെ സാമൂഹ്യ സാമ്പത്തിക പശ്ചാത്തലത്തിൽ ദാരിദ്ര്യവും കുടിയേറ്റവും ഉയർന്ന ഒരു സംസ്ഥാനത്ത് ജനന സർട്ടിഫിക്കറ്റ്, മാതാപിതാക്കളുടെ പൗരത്വരേഖ തുടങ്ങിയവ ലഭ്യമാക്കാൻ ബുദ്ധിമുട്ടാണ്. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ പരിപാടി ദരിദ്രരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും വോട്ടവകാശത്തിൽ നിന്ന് ഒഴിവാക്കാൻ ഉദ്ദേശിച്ചുള്ളതാണെന്ന സംശയം ബലപ്പെടുത്തുന്നു. ബീഹാറിലെ 88% പേർക്ക് ആധാർ ഉണ്ടെങ്കിലും ഇത് പൗരത്വ തെളിവായി ഈസിയായി അംഗീകരിച്ചില്ല. ലക്ഷക്കണക്കിന് വോട്ടർമാർക്ക് അത് പ്രശ്നമായി മാറി. SIRൻ്റെ സമയപരിധി ജൂൺ 24 മുതൽ ജൂലൈ 25 വരെ മാത്രമായിരുന്നു. ഇത് വളരെ ചുരുങ്ങിയ സമയമാണ്. 7.9 കോടി വോട്ടർമാരെ പരിശോധിക്കാൻ 30 ദിവസത്തിനുള്ളിൽ രേഖകൾ ശേഖരിക്കേണ്ടതിൻ്റെ ലോജിസ്റ്റിക്കൽ ബുദ്ധിമുട്ട് അതാലോചിക്കണ്ടേ? അത് വളരെ വലുതായിരുന്നു. ബീഹാറിലെ വെള്ളപ്പൊക്കം, മഴക്കാലം,
ദരിദ്ര ഗ്രാമീണ മേഖലകളിലെ പരിമിതമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഇവയെല്ലാം ഈ പ്രക്രിയയെ കൂടുതൽ സങ്കീർണമാക്കുകയോ ഫലപ്രദമാക്കാതിരിക്കുകയോ ചെയ്തു. പ്രതിപക്ഷ നേതാക്കൾ 8 കോടി വോട്ടർമാരെ ഈ ചെറിയ കാലത്ത് പരിശോധിക്കുന്നത് അപ്രായോഗികമാണെന്ന് വാദിച്ചിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് ഗൗനിച്ചില്ല. SIRൻ്റെ ആദ്യഘട്ടത്തിൽ 7.9 കോടി വോട്ടർമാരിൽ 65 ലക്ഷം പേരുടെ പേര് നീക്കം ചെയ്തു. ഇതിൽ 22 ലക്ഷം പേരും മരിച്ചവരാണെന്ന് കമ്മീഷൻ വാദിച്ചു. അപ്പോഴാണ് മരിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കി ഒരാൾക്ക് കോടതിയിൽ പോകേണ്ടി വന്നത്, അവിടെ തെളിയിക്കേണ്ടി വന്നത്. കമ്മീഷൻ്റെ ഒഴിവാക്കലുകൾ സുതാര്യമല്ലെന്നും ന്യൂനപക്ഷങ്ങൾ, ദരിദ്രർ, ദളിതർ എന്നിവരെ ലക്ഷ്യമിട്ടാണ് ഇതെന്നും പ്രതിപക്ഷം ആരോപിച്ചു. സീമാഞ്ചൽ ജില്ലകളിൽ 3 ലക്ഷം വോട്ടർമാർക്ക് രേഖകളിലെ വ്യത്യാസങ്ങൾ കാരണം നോട്ടീസ് കിട്ടി. ഈ വോട്ടർമാർക്ക് തങ്ങളുടെ പൗരത്വം തെളിയിക്കാൻ മതിയായ സമയമോ സൗകര്യമോ കിട്ടിയില്ല. പ്രതിപക്ഷവും സിവിൽ സൊസൈറ്റി ഗ്രൂപ്പുകളും ഈ SIRനെ NRCയുടെ പിൻവാതിൽ പ്രവേശനം എന്ന് വിശേഷിപ്പിച്ചതിൽ അപ്പോൾ തെറ്റൊന്നും തോന്നേണ്ടതില്ല. SIRൻ്റെ സമയം ബീഹാർ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുൻപാണ് എന്നത് പ്രത്യേകം ഓർക്കണം. അത് ദുരൂഹത ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് ആരോപണം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് SIR നടത്താതിരുന്നത് എന്തേ? എന്തുകൊണ്ട് ബീഹാർ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് ഇത് നടത്തുന്നു? കമ്മീഷന് ഉത്തരമൊന്നുമില്ല. സുപ്രീം കോടതിയും എന്തുകൊണ്ട് ബീഹാറിൽ മാത്രം, എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പിന് മുൻപ് എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് ഒരു രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണോ എന്ന സംശയത്തിന് എല്ലാ അർത്ഥത്തിലും വഴിവെക്കുന്നു എന്നതാണ് നാം കാണേണ്ട കാര്യം. പക്ഷെ കമ്മീഷൻ ഒന്നും അങ്ങനെ വിശദീകരിക്കുന്നുമില്ല. SIRൻ്റെ ഫീൽഡ് വെരിഫിക്കേഷൻ പ്രക്രിയയിൽ BLOകൾ വോട്ടർമാരെ നേരിട്ട് കാണാതെ ഫോമുകൾ പൂരിപ്പിച്ചതായി വലിയ ആരോപണമുണ്ട്. പലയിടത്തും മഹാദലിത് സമുദായങ്ങളിൽ വോട്ടർമാർക്ക് ഫോമുകൾ നൽകപ്പെട്ടില്ലെന്നും എന്നാൽ അവരുടെ പേര് ഒഴിവാക്കപ്പെട്ടതായും റിപ്പോർട്ടുകൾ പറയുന്നു. ഈ ക്രമക്കേടുകൾ പ്രക്രിയയുടെ വിശ്വാസ്യതയെ ആകമാനം ചോദ്യം ചെയ്യുകയാണ്. SIRൻ്റെ പ്രഖ്യാപനം വളരെ പെട്ടെന്നുള്ളതും രാഷ്ട്രീയ പാർട്ടികളുമായോ പൊതുജനങ്ങളുമായോ മുൻകൂർ കൂടിയാലോചന നടത്താതെയുമായിരുന്നു എന്ന് കാണണം. 2024 ഒക്ടോബർ 29 മുതൽ 2025 ജനുവരി 6 വരെ നടന്ന സ്പെഷ്യൽ സമ്മറി റിവിഷൻ ഇതിനകം വോട്ടർ പട്ടിക പരിഷ്കരിച്ചതിനാൽ SIRൻ്റെ ആവശ്യകത തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷെ അതിനും മറുപടിയില്ല. ഈ പെട്ടെന്നുള്ള തീരുമാനം ECIയുടെ ഉദ്ദേശങ്ങളെക്കുറിച്ച് വലിയ സംശയങ്ങൾ ഉയർത്തുന്നുണ്ട്. ECI ഒഴിവാക്കിയ 65 ലക്ഷം വോട്ടർമാരുടെ വിശദമായ ഡേറ്റ പ്രസിദ്ധീകരിച്ചതേയില്ല. ജില്ല തിരിച്ചുള്ള കണക്കുകൾ, ഒഴിവാക്കലിൻ്റെ കാരണങ്ങൾ, പരിശോധനാ രീതികൾ എന്നിവ വ്യക്തമാക്കാത്തത് സുതാര്യതയുടെ അഭാവത്തിനുള്ള വലിയ തെളിവായി മാറി. RTIകളിൽ SIRൻ്റെ രേഖകൾ ലഭ്യമല്ല എന്ന് ECI സമ്മതിച്ചത് ഞെട്ടിക്കുന്നതായിരുന്നു. പ്രതിപക്ഷം SIRൻ്റെ ലക്ഷ്യം NDA അനുകൂല വോട്ടർമാരെ ഉറപ്പാക്കുകയാണെന്ന ആരോപണം ഇതോടെ സജീവമാക്കി ഉയർത്തി. സീമാഞ്ചൽ ജില്ലകളിൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ വോട്ടർമാരെ ഒഴിവാക്കിയത് BJPയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രത്തിന് അനുകൂലമായാണെന്ന് കോൺഗ്രസും RJDയും TMCയും എല്ലാം ആരോപിച്ചു. ഇതിനോട് ചേർത്ത് വയ്ക്കാവുന്ന ചില സംഗതികൾ മുൻപത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കാണാമായിരുന്നു. നേരിയ മാർജിനുള്ള സീറ്റുകളിലെ BJPയുടെ മാത്രം വിജയം, അതും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ. വോട്ടർ പട്ടികയിലെ വളരെ ദൃശ്യമായ ക്രമക്കേടുകൾ, മുസ്ലിം വോട്ടർമാർ കൂടുതലുള്ള സ്ഥലങ്ങളിൽ വോട്ട് വളർച്ചയിലുണ്ടായ അസാധാരണമായ ഇടിവ്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വോട്ടർ ടേണൌട്ടും എണ്ണപ്പെട്ട വോട്ടുകളും തമ്മിൽ വ്യത്യാസങ്ങൾ കണ്ടെത്തുകയും ഈ വ്യത്യാസങ്ങൾ BJP അപ്രതീക്ഷിതമായി വിജയിച്ച സ്ഥലങ്ങളിൽ കൂടുതലായിരിക്കുകയും ചെയ്തത് നാം കണ്ടു. ഇത് പുറത്തു കൊണ്ടുവന്നത് സബ്യസാജി ദാസ് എന്ന ഒരു കോളേജ് പ്രൊഫസറാണ്. ഉയർന്ന വോട്ടർ ടേണൌട്ടുള്ള പോളിംഗ് സ്റ്റേഷനുകളിൽ BJPയുടെ വോട്ട് ഷെയർ അസാധാരണമായി ഉയർന്നതായി അദ്ദേഹം കണ്ടെത്തി. BJP ഭരിച്ച സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സ്റ്റേറ്റ് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ വോട്ടെണ്ണൽ നിരീക്ഷകരായി നിയോഗിക്കപ്പെട്ട മണ്ഡലങ്ങളിൽ ഈ ക്രമക്കേടുകൾ കൂടുതലായിരുന്നുവെന്നും സബ്യസാജി കണ്ടെത്തുന്നുണ്ട്. മുസ്ലിം ജനസംഖ്യ കൂടുതലുള്ള മണ്ഡലങ്ങളിൽ വോട്ടർ പട്ടികയിൽ നിന്ന് പേരൊഴിവാക്കൽ, വോട്ടെടുപ്പിനിടെ വോട്ട് ചെയ്യാനുള്ള അവസരം തടസ്സപ്പെടുത്തൽ എന്നിവ ബോധപൂർവം നടന്നതായി പഠനം സൂചിപ്പിക്കുന്നു. ഈ പഠന പേപ്പർ പുറത്തുവന്നതിന് പിന്നാലെ സബ്യസാജി ദാസ് എന്ന പ്രൊഫസറെ യൂണിവേഴ്സിറ്റി ഒറ്റപ്പെടുത്തി, ഒരർത്ഥത്തിൽ പൂർണ്ണമായും തള്ളിപ്പറയുകയും ചെയ്തു. ഒടുക്കം 2023 ഓഗസ്റ്റിൽ സബ്യസാജി ദാസിന് അശോക യൂണിവേഴ്സിറ്റിയിൽ നിന്ന് രാജിവെച്ച് പുറത്തു പോവേണ്ടി വന്നു. നോക്കൂ, EVMകളുമായി ബന്ധപ്പെട്ട വിഷയത്തിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പലപ്പോഴായി സ്വീകരിച്ചത് ഏതാണ്ട് ഇതേ സമീപനം തന്നെയാണ്. വോട്ടിംഗ് മെഷീനുകൾ കാണാതാകുന്നതിനെക്കുറിച്ച്, ഒരു ദിവസം മുഴുവൻ വോട്ടിങ്ങിന് ഉപയോഗിച്ച മെഷീനുകൾ പിന്നീട് വോട്ട് എണ്ണാനെടുക്കുമ്പോഴും ഫുൾ ചാർജായി കാണുന്നതിനെക്കുറിച്ച്, ആർക്ക് വോട്ട് ചെയ്താലും അത് ചില പ്രത്യേക സ്ഥാനാർത്ഥികൾക്ക് മാത്രമായി രേഖപ്പെടുത്തുന്നതിനെക്കുറിച്ച് ജനങ്ങൾക്കാകെ ബോധ്യപ്പെടുന്ന ഒരു വിശദീകരണവും നൽകാൻ കമ്മീഷൻ ഇതുവരെ മെനക്കെട്ടിട്ടില്ല.
പ്രതിപക്ഷ പാർട്ടികൾ EVMകൾ ഹാക്ക് ചെയ്യാമെന്നും ഫലങ്ങൾ മാറ്റാമെന്നും ആരോപിക്കുന്നു. 2010 മുതൽ തന്നെ അന്താരാഷ്ട്ര ഗവേഷകർ EVMകളുടെ ഈ ദൗർബല്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഉദാഹരണത്തിന് യന്ത്രത്തിൻ്റെ ഭാഗങ്ങൾ മാറ്റിക്കൊണ്ട് വോട്ടുകൾ മാറ്റാമെന്ന് അവർ തെളിയിച്ചിട്ടുണ്ട്. നമ്മുടെ കമ്മീഷൻ EVMകൾ ടാമ്പർ പ്രൂഫാണെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും VVPAT സംവിധാനം പൂർണ്ണമായി നടപ്പാക്കാത്തത് വിമർശനത്തിന് കാരണമാകുന്നുണ്ട്. 2019 സുപ്രീം കോടതി 2% VVPATകൾ പരിശോധിക്കണമെന്ന് ഉത്തരവിട്ടെങ്കിലും പൂർണ്ണ പരിശോധനയില്ലാത്തത് സംശയങ്ങൾ വർദ്ധിപ്പിക്കുകയാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ EVMകളുടെ ഫലങ്ങൾ പലയിടത്തും ചോദ്യം ചെയ്യപ്പെട്ടു. പ്രത്യേകിച്ച് ബാംഗ്ലൂർ സെൻട്രൽ മണ്ഡലത്തിൽ 1,00,000-ലധികം വ്യാജ എൻട്രികൾ ഉണ്ടായിരുന്നു എന്ന ആരോപണം ഉയർന്നു വന്നത് കാണുക. EVMകൾ സ്റ്റാൻഡ് അലോൺ ആണെന്നും വയർലെസ് കണക്ഷൻ ഇല്ലെന്നും ECI പറയുന്നുണ്ടെങ്കിലും ഗവേഷണങ്ങൾ ഫിസിക്കൽ ആക്സസ് ഉണ്ടെങ്കിൽ അത് മാറ്റാമെന്ന് കാണിക്കുന്നു. ഇതേക്കുറിച്ചൊന്നും നമ്മുടെ കമ്മീഷന് ആഴത്തിലോ വിശദമായോ മനസ്സിലാകും വിധത്തിലോ ഒന്നും പറയാനില്ല. കമ്മീഷൻ്റെ സുതാര്യതയുടെ അഭാവം വിശ്വാസ്യതാ പ്രതിസന്ധിയുടെ മറ്റൊരു വശമാണ്. വോട്ടർ പട്ടികകളുടെ ഡിജിറ്റൽ പതിപ്പുകൾ പ്രസിദ്ധീകരിക്കില്ല, ഓഡിറ്റിന് അനുവദിക്കില്ല. ഇത് അങ്ങേയറ്റം സംശയകരമാണ്. RTI വഴി ചോദിക്കുമ്പോൾ ഇലക്ഷൻ കമ്മീഷൻ SIR പ്രക്രിയയുടെ രേഖകളില്ല എന്ന് സമ്മതിച്ച് തന്നെ ഞെട്ടിക്കുന്നതാണ്. സുപ്രീം കോടതിയോട് സ്വതന്ത്ര അപ്രൈസൽ നടപ്പിലാക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുവെങ്കിലും RTI വഴി ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും ഇല്ല എന്നാണ് മനസ്സിലാകുന്നത്. CCTV ഫുട്ടേജുകൾ 45 ദിവസത്തിനകം നശിപ്പിക്കാം എന്ന വ്യവസ്ഥ തന്നെയും ദുരൂഹമാണ്. ഇത് തെളിവുകൾ മറയ്ക്കാൻ സഹായിക്കുന്നു എന്ന ആരോപണം സജീവമാക്കുന്നു. ഈ അതാര്യത ECIയുടെ വിശ്വാസ്യതയെ വലിച്ച് താഴേക്കിടുകയാണ്. പൊതുജനങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിശ്വാസ്യത പരിശോധിക്കാൻ കഴിയുന്നില്ല എങ്കിൽ പിന്നെ എന്ത് അവകാശവാദം ഉന്നയിച്ചിട്ട് എന്തു കാര്യം? വോട്ട് കണക്കുകളുടെ കാര്യത്തിലും വലിയ ദുരൂഹതകൾ പ്രകടമാണ്. ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ സംരക്ഷകനായ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം കർശനമായി നടപ്പിലാക്കുന്നതിലും ഗുരുതരമായ വീഴ്ച വരുത്തുന്നു. പ്രത്യേകിച്ച് ഭരണപക്ഷമായ BJP നേതാക്കളുടെ ലംഘനങ്ങളോട് കണ്ണടയ്ക്കുന്നുവെന്നതും പച്ചയായ യാഥാർത്ഥ്യമായി നമ്മുടെ മുൻപിലുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിശ്വാസ്യതാ നഷ്ടത്തിൻ്റെ പ്രധാന ഘടകങ്ങളിലൊന്ന് പെരുമാറ്റച്ചട്ടത്തിൽ വെള്ളം ചേർത്ത തട്ടിപ്പുകളാണ്. ചട്ടലംഘനങ്ങൾക്കെതിരെ കൃത്യസമയത്ത് നടപടിയെടുക്കുന്നതിൽ കമ്മീഷൻ നിരന്തരമായി വീഴ്ച വരുത്തുകയാണ്, പ്രത്യേകിച്ച് BJP നേതാക്കളുടെ കാര്യത്തിൽ. 2024 ഏപ്രിൽ BJP അധ്യക്ഷൻ JP നദ്ദയ്ക്കും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്കും ECI ഒരു നോട്ടീസ് കൊടുക്കുന്നുണ്ട്. എന്തിനായിരുന്നോ? പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ വിദ്വേഷ പ്രസംഗങ്ങൾക്കെതിരായ പരാതികളെ തുടർന്നായിരുന്നു ഈ നോട്ടീസ്. പ്രധാനമന്ത്രി മോദിക്ക് നോട്ടീസ് അയക്കാൻ മടി കാണിച്ച കമ്മീഷൻ മോദിയുടെ പ്രസംഗത്തിന് വിശദീകരണം ചോദിച്ചത് BJP അധ്യക്ഷനോടാണ്. അതുമാത്രവുമല്ല, BJPക്ക് നോട്ടീസ് അയച്ചത് ബാലൻസ് ചെയ്യാൻ രാഹുലിൻ്റെ ഏതോ പ്രസംഗത്തിൻ്റെ പേരും പറഞ്ഞ് കോൺഗ്രസ് അധ്യക്ഷനും ഒരു കത്തയച്ചു. ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ പരിചിതമല്ലാതിരുന്ന പുതിയ ഒരു കീഴ്വഴക്കമായിരുന്നു അത്. ആ നോട്ടീസ് തന്നെ കൊടുത്തത് സമയബന്ധിതമായിരുന്നില്ല. 1 മാസത്തിലധികം കഴിഞ്ഞിട്ടും ചില പരാതികളോട് കമ്മീഷൻ പ്രതികരിക്കാതിരുന്നത് വലിയ വിമർശനത്തിന് കാരണമായതാണ്. അതുകൊണ്ടാണ് MCC എന്ന് പറയുന്നത് ഇപ്പോൾ മോദി കോഡ് ഓഫ് കോണ്ടക്റ്റ് ആണെന്ന് പ്രതിപക്ഷ പാർട്ടികൾ വിമർശിച്ചത്. BJPയുടെ നിയമലംഘനങ്ങൾ തടയാൻ ഇലക്ഷൻ കമ്മീഷൻ വിസമ്മതിക്കുന്നുവെന്നത് സകലർക്കും ബോധ്യപ്പെട്ട ഒരു യാഥാർത്ഥ്യമായി മാറിക്കഴിഞ്ഞു. പ്രധാനമന്ത്രി മോദി തന്നെ MCC പാലിക്കാത്ത ആളായി വാർത്തകളിൽ നിറഞ്ഞു. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ ഒരു അന്വേഷണവും നടത്തിയില്ല. സിവിൽ സൊസൈറ്റി ഗ്രൂപ്പുകൾ പലതും ECIയെ വിശ്വസിക്കുന്നില്ല എന്ന് തന്നെ പറയുന്നു. കാരണം BJPയുടെ പരസ്യങ്ങളും പ്രസംഗങ്ങളും MCC ലംഘിച്ചപ്പോൾ കമ്മീഷൻ അത് നോക്കി നിന്നു. ചിലപ്പോഴൊക്കെ കോടതികൾ തന്നെ ഇടപെടേണ്ടി വന്നു എന്നും കാണണം. അമേരിക്കയിലെ വാഷിംഗ്ടൺ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയുടെ പ്രത്യേക പ്രോജക്റ്റാണ് ഇന്ത്യ ഹെയ്റ്റ് ലാബ്. ഇന്ത്യയിൽ നടക്കുന്ന വെറുപ്പ് മുറവിളികളെക്കുറിച്ച് പഠിക്കുകയും അത് രേഖപ്പെടുത്തുകയും ചെയ്യുകയാണ് അവരുടെ പ്രധാന ദൗത്യം. സോഷ്യൽ മീഡിയയിലും പുറത്തുമെല്ലാം നടക്കുന്ന വിദ്വേഷാഹ്വാനങ്ങൾ ഹെയ്റ്റ് ലാബ് വിശകലനം ചെയ്യുകയും ആധികാരികത ഉറപ്പാക്കുകയും അത് പിന്നീട് രേഖപ്പെടുത്തി വർഷാവർഷം റിപ്പോർട്ടാക്കി പുറത്തിറക്കുകയും ചെയ്യും. 2024 ഇന്ത്യൻ സാഹചര്യത്തെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് പുറത്തിറക്കിയ ഹെയ്റ്റ് ലാബ് ഇന്ത്യൻ സ്ഥിതിവിശേഷത്തെക്കുറിച്ച് വലിയ ആശങ്കയാണ് രേഖപ്പെടുത്തുന്നത്. 2023 24 74% വെറുപ്പ് പ്രസംഗങ്ങളും ആഹ്വാനങ്ങളും വർദ്ധിച്ചുവെന്നാണ് ഹെയ്റ്റ് ലാബ് കണ്ടെത്തുന്നത്. അതിൽ തന്നെ കഴിഞ്ഞ വർഷത്തെ പൊതു തെരഞ്ഞെടുപ്പ് കാലത്ത് ഭരണകക്ഷിയായ BJP പ്രധാന ആയുധമായി മുസ്ലിം വിരുദ്ധ വെറുപ്പിനെ ഉപയോഗിച്ചുവെന്നും പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകൾ അതിൻ്റെ പ്രധാന പ്രയോക്താക്കളായി മുന്നിലുണ്ടായിരുന്നുവെന്നും തെളിവുകൾ മുന്നിൽ വെച്ച് അവർ സമർത്ഥിക്കുന്നു. 2024 ഇന്ത്യയിൽ ഒരു പൊതു തെരഞ്ഞെടുപ്പ് വർഷമായിരുന്നുവെന്നതും 7 ഘട്ടങ്ങളിലായി പോളിംഗ് നടന്നതും 2023 അപേക്ഷിച്ച് വിദ്വേഷ പ്രസംഗ സംഭവങ്ങളുടെ മാതൃകകൾ രൂപപ്പെടുന്നതിലും അത് തീവ്ര രൂപത്തിൽ കത്തിയാളുന്നതിലും നിർണായക പങ്കുവഹിച്ചുവെന്നാണ് ഹെയ്റ്റ് ലാബ് പറയുന്നത്.
പോളിംഗ് അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ, അതായത് മെയ് മാസത്തിൽ വിദ്വേഷ പ്രസംഗങ്ങൾ അതിൻ്റെ പരകോടിയിലെത്തി. BJP നേതാക്കളും സംഘപരിവാരത്തിനകത്തെ മറ്റെല്ലാ സംഘടനാ പ്രതിനിധികളും തെരഞ്ഞെടുപ്പിലാക്കാക്കി വെറുപ്പിൻ്റെ കളത്തിലേക്ക് എടുത്തുചാടി. ബജ്രംഗ് ദൾ, വിശ്വ ഹിന്ദു പരിഷത്ത് എന്നിവയ്ക്ക് പുറമെ മറ്റൊട്ടനേകം സംഘടനാ നേതാക്കളും 2024 വെറുപ്പ് വിതരണത്തിൻ്റെ ഉത്തരവാദികളായി ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുന്നു. 2023 അപേക്ഷിച്ച് 24 വരുമ്പോൾ വിദ്വേഷ പ്രസംഗകരായോ അതിൻ്റെ പ്രചാരകരായോ ഭരണ പാർട്ടിയായ BJP നേതാക്കൾ, കേന്ദ്രമന്ത്രിമാർ എന്നിവർ കൂടുതലായി എത്തിയെന്നാണ് ഹെയ്റ്റ് ലാബിൻ്റെ പഠനം പറയുന്നത്. അതിലെ ഏറ്റവും പ്രമുഖനായ വ്യക്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരുന്നു. ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ, മഹാരാഷ്ട്രയിലെ മന്ത്രി നിതീഷ് റാണെ എന്നിവരുമെല്ലാം വിദ്വേഷത്തിൻ്റെ പ്രധാന പ്രചാരകരായി. പക്ഷേ ഇതെല്ലാം നിർവികാരമായി കണ്ടുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുതാര്യവും നീതിപൂർവകവുമായ തെരഞ്ഞെടുപ്പ് എന്ന ആശയത്തോട് വലിയ ചതി തന്നെ ചെയ്തുവെന്ന് പറയണം. ഇത്തരം വലിയ അവിശ്വാസങ്ങളുടെ അതാര്യതകളുടെ കാലത്താണ് ബീഹാറിൽ രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷ പാർട്ടി നേതാക്കളും ഒന്നിച്ച് നടത്തുന്ന സമരയാത്ര വലിയ പ്രാധാന്യമുള്ളതായി മാറുന്നത്. ജനാധിപത്യം എന്ന ആശയത്തിൻ്റെ നിലനിൽപ്പിന്, സുതാര്യമായ തെരഞ്ഞെടുപ്പ് എന്ന അവകാശത്തിൻ്റെ പുനഃസ്ഥാപനത്തിന് ഈ പോരാട്ടത്തിനൊപ്പം നിൽക്കാനുള്ള ബാധ്യത ഓരോ ജനാധിപത്യ വിശ്വാസിക്കും ഉണ്ട്. നിലപാട് പൂർണ്ണമാകുന്നു. നന്ദി.